മുഖ്യമന്ത്രിക്ക് 1,90,00,000 രൂപ കോഴ നൽകിയെന്ന വെളിപ്പെടുത്തലാണ് സരിത നടത്തിയിരിക്കുന്നത്. തോമസ് കുരുവിളയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം വാങ്ങിയത്. 2 ഘട്ടമായാണ് പണം നൽകിയത് എന്നും സരിത സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നു. 1,10,00,000 രൂപ 2012 ഡിസംബർ 27 ദില്ലിയിൽ വെച്ചും ബാക്കി തിരുവനന്തപുരത്ത് വെച്ചുമാണ് പണം കൈമാറിയതെന്ന് സരിതയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കമ്മീഷന് മുൻപാകെ. VS സുനിൽകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ സുനിൽകുമാർ, ഒരുപക്ഷെ കേസ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സരിതയുടെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കമ്മീഷന്റെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി അല്ലാതെയാണ് സരിത ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് 1,90,00,000 രൂപ നൽകി, അതോടൊപ്പം തന്നെ മന്ത്രി ആര്യാടൻ 75 ലക്ഷം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ്. കൃത്യമായി എവിടെയൊക്കെ വെച്ച് നൽകി, എവിടെയൊക്കെ വെച്ച് കണ്ടു, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായി കോൺടാക്ട് ചെയ്തത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് സരിത ഇന്ന് കമ്മീഷന് മുമ്പിൽ നൽകിയിരിക്കുന്നത് മൊഴിയായി. ശ്രീ സുനിൽകുമാർ. ഹലോ, ശ്രീ സുനിൽകുമാർ. അല്ല, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ സരിത നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തല് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ സെക്ഷൻ 12 അനുസരിച്ച് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അവർ സ്വയം സമ്മതിച്ചിരിക്കുകയാണ്, കൈക്കൂലി കൊടുത്തിരിക്കുന്നു എന്ന കാര്യം അവർ സമ്മതിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സരിതയ്ക്കെതിരെ കൈക്കൂലി കേസെടുക്കുകയും കൈക്കൂലി വാങ്ങിയിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരായി FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം സരിത നൽകിയിരിക്കുന്ന മൊഴി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ സത്യപ്രതിജ്ഞ നൽകിയിരിക്കുന്ന ഒരു മൊഴിയാണ്. ആ സാഹചര്യത്തില് ഈ 2 പേർക്കെതിരെ, ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള ആളുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ നിയമപരമായ സാഹചര്യവും ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇവർക്കെതിരെ കൈക്കൂലി കേസിൽ അന്വേഷണം നടത്താൻ വേണ്ടി FIR ഇടണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സാഹചര്യത്തിൽ ഇനി ഉമ്മൻചാണ്ടിക്കും ഗവൺമെന്റ് തുടരാനുള്ള എല്ലാ അവകാശവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പ് കേസിലെ പല കാര്യങ്ങളും ഇതുവരെ വെളിപ്പെടുത്താൻ ഉള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഈ തട്ടിപ്പിന്റെ പിന്നിൽ ഇതിന്റെ കേന്ദ്ര നേതൃത്വ നിലയിൽ പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും മുഖ്യമന്ത്രിയോടൊക്കെയുള്ള ആളുകളാണ് എന്ന ആരോപണം ഗുരുതരമായ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വഴി അന്വേഷണം നടത്തി ഇതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കണം എന്ന നിലയിലേക്ക് വന്നത്. അതിന് കാരണം ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയും ഉമ്മൻചാണ്ടിയെയും സംഘത്തെയും സംരക്ഷിക്കാനുള്ള എല്ലാ കുൽസിത ശ്രമങ്ങളും നടക്കുകയുണ്ടായി. ഈ കമ്മീഷന്റെ മുമ്പാകെ തന്നെ ഒരു പോലീസ് DGP നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം അദ്ദേഹം കമ്മീഷൻ മുൻപാകെ രേഖാസഹിതം നൽകുകയുണ്ടായി. അത് IG ആയിരുന്ന ജോസഫ് എന്ന IG ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടിയിരുന്ന സരിത എസ് നായരുടെ ഫോൺ വിളികളെ സംബന്ധിച്ച എല്ലാ രേഖകളും ഇനി ഒരിക്കലും തിരിച്ചെടുക്കാനോ കണ്ടെത്താനോ കഴിയാത്ത വിധത്തിൽ അത് നശിപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ എന്നുള്ളതാണ്. അപ്പോ ഈ ഗവൺമെന്റിന്റെ ഉന്നതന്മാരെ സംരക്ഷിക്കാനായി പോലീസിന്റെ സംവിധാനത്തിൽ തന്നെ അതിനുവേണ്ടി ഒരുമ്പെട്ടിറങ്ങുകയും അത്തരമൊരു കൃത്യം നിർവഹിക്കുകയും ചെയ്തു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കേണ്ട ഒരു ഗൗരവമായ സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് സരിതയുടെ ഈ വെളിപ്പെടുത്തലിന് വളരെ പ്രസക്തി കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഇനി ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായി കൈക്കൂലി കേസിൽ നടപടി സ്വീകരിക്കാൻ FIR ഇടാനും അടിയന്തരമായ വിജിലൻസ് ഡയറക്ടർ തയ്യാറാകണം. ഉമ്മൻചാണ്ടി രാജിവെച്ച് അന്വേഷണത്തിൽ നേരിടുകയും ചെയ്യണം. ഒരുപക്ഷെ ശ്രീ സുനിൽകുമാർ, മുഖ്യമന്ത്രി നൽകിയ മൊഴി അത് പച്ചക്കള്ളമാണ് എന്ന ആദ്യം തന്നെ ആ തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ശക്തമായൊരു വിമർശനം ആ വിധത്തിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. പ്രത്യേകിച്ച് സരിതയുടെ വിഷയത്തിലായാലും സരിത തന്നെ വന്ന് കണ്ടത് 3 തവണയാണെന്ന് തോന്നുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, തോമസ് കുരുവിളയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെയും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇന്നീ സരിത പറഞ്ഞ കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപക്ഷെ അത് കൂടുതൽ വ്യക്തമാവുകയല്ലേ മുഖ്യമന്ത്രി കൃത്യമായ വിവരങ്ങളല്ല നൽകിയതെന്ന്? മുഖ്യമന്ത്രി ഈ വിഷയം പല ഘട്ടങ്ങളിൽ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ എടുത്ത സമീപനം വളരെ വിചിത്രമായ സമീപനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കാരണം ഈ സരിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം സരിത എസ് നായർ വിളിച്ചിരിക്കുന്ന ഫോൺ കോളുകളെല്ലാം ഈ പറയുന്ന മുഖ്യമന്ത്രി ഓഫീസിലേക്കും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനും ആയിരുന്നുവെന്നും ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോണുകൾ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അന്ന് ഈ തട്ടിപ്പുകാരിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി സ്റ്റാഫും മുഖ്യമന്ത്രിയുമായിട്ട് തന്നെയും ബന്ധമുണ്ട് എന്ന ഒരു കാര്യം വെളിപ്പെടുത്തപ്പോ അന്ന് രാജു അബ്രഹാം നിയമസഭയിലെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന സന്ദർഭത്തിൽ അന്ന് ഈ സ്റ്റാഫിനെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് ഉമ്മൻചാണ്ടി എടുത്തത്.
അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം, മറ്റാരെങ്കിലും കുരുതി കൊടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം ഒരു കാര്യം നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ കമ്മീഷൻ മുമ്പാകെ നൽകിയത്, ഈ പറയുന്ന സരിത എസ്പായുടെ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായ ഇടപെടലുകളെ പറ്റി ഈ പോലീസിന്റെ അന്വേഷണത്തിൽ അവർക്ക് അറിയാമായിരുന്നുവെന്നും ആ റിപ്പോർട്ട് ഗവൺമെന്റിനെ അറിയിച്ചിരുന്നുവെന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ സാഹചര്യത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും തന്നെയും ഈ സരിതയെ പറ്റിയിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ട് കിട്ടിയിട്ടും ആ റിപ്പോർട്ടിനെ പറ്റി അന്വേഷിക്കാനോ അവരുടെ ബന്ധത്തെ പറ്റി അന്വേഷിക്കാനോ ഉമ്മൻചാണ്ടി തയ്യാറായില്ലെന്ന് മാത്രമല്ല, നിയമസഭയിലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അതിനുശേഷം ഗൗരവമായിട്ടുള്ള അന്വേഷണം തുടങ്ങി വെക്കുകയും ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലാത്ത സമയത്ത് തിരുവനന്തപുരം രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ജോപ്പറും ജിക്കുമോനും എതിരായി പത്തനംതിട്ട ഹൈക്കോടതി ജില്ലാ കോടതി നടത്തിയിട്ടുള്ള അറസ്റ്റ് വാറന്റിനെ തുടർന്നാണ് അവർ അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്നാണ് ഇവരെ പുറത്താക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതികളെ സംരക്ഷിക്കാൻ അന്ന് മുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി. അവിടെയാണ് പ്രത്യേകിച്ച് ശ്രീ സുനിൽകുമാർ, ഈ കേസുകൾ ഇത്രയും കേസുകൾ ഒതുക്കി തീർത്തത് പണം നൽകിയാണ്. അങ്ങനെയാണ് കേസുകൾ അവസാനിപ്പിക്കുന്നത്. ഇത്രയും പണം എങ്ങനെ ഇവർക്ക് നൽകാനായി എന്നത് തന്നെ അന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് ടീം സോളാറിന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ഉന്നതരുടെ സഹായം ഉണ്ടാകണം എന്ന രീതിയിലുള്ള ഒരു വലിയ സംശയം ഉയർന്നു വന്നത്. അത് ശരിവെക്കുന്ന രീതിയിലല്ലേ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ? ഹലോ ശ്രീ സുനിൽകുമാർ, ഞാൻ പറഞ്ഞത് ഈ കേസ് വന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് സരിതയെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു വലിയ ശ്രമം ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ബിജു രാധാകൃഷ്ണൻ ഭാര്യയുടെ വധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഈ കേസുകളെല്ലാം സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പണം കൊടുത്ത് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. സോളാർ ഗ്രൂപ്പിന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരുന്ന ഘട്ടത്തിലും പണം നൽകി സഹായിച്ചത് ഈ ഉന്നതരൊക്കെ തന്നെയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഒരുപക്ഷെ എത്തേണ്ടിയിരിക്കില്ലേ നമ്മുടെ നിഗമനം? അതായത് ഒന്ന്, സരിതയ്ക്ക് കിട്ടിയിരിക്കുന്ന തട്ടിപ്പിലൂടെ ലഭിച്ചിരിക്കുന്ന പണം എവിടെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സരിത ഈ 33 കേസുകളും ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് ഏത് സോഴ്സിൽ നിന്നായിരുന്നു എന്ന കാര്യവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തുകയോ അത് പുറത്തു കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഈ പണം കൊണ്ട് മാത്രം ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യമല്ല. ഏതെങ്കിലും ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ ഒത്താശയും സഹായവും സഹകരണവും ഇല്ലാതെ ഈ കേസ് തേച്ചുവച്ച് കളയാൻ അട്ടിമറിക്കാനോ കഴിയില്ല. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പരിപൂർണമായിട്ടും സരിതയുടെ ഈ കേസ് ഇതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പണവും സ്വാധീനവും ഭരണവും ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതിലെ പല സത്യങ്ങളും പുറത്തു വരാതിരുന്നത്. ഇപ്പൊ സരിത ഇവിടെ അന്വേഷണ കമ്മീഷന്റെ മുൻപാകെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഒരുപക്ഷെ നേരത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻപിൽ അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ സരിത വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. കാരണം സരിത തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, തന്റെ കയ്യിൽ നിന്നും ഒരുപാട് രേഖകൾ, സീഡികൾ, അതുപോലെയുള്ള പെൻഡ്രൈവുകളെല്ലാം പോലീസ് പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകളുടെ ലിസ്റ്റിൽ സരിതയിൽ നിന്നും പിടിച്ചെടുത്തെന്ന് പറയുന്ന ഒരു രേഖയോ ഒരു പെൻഡ്രൈവോ സീഡികളോ ഇല്ല എന്നും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ഈ കേസിലെ സമന്വയന്മാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും ഈ കേസിനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സരിത വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒരു പുതിയ കാര്യമായി തോന്നുന്നത്. നമുക്ക് പക്ഷേ അന്തരീക്ഷത്തിൽ സരിതയുടെ ഈ വെളിപ്പെടുത്തലുകളിന് മുമ്പ് തന്നെ പല അഭിപ്രായ പ്രകടനങ്ങളും നടന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയായി വ്യാഖ്യാനിച്ച് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. ഒരുപക്ഷെ ശ്രീ സുനിൽകുമാർ, ഒരു വളരെ വിദഗ്ധനായ തട്ടിപ്പുകാരന്റെ ശൈലിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുകൂടി ഒരുപക്ഷെ പറയേണ്ടി വരും. മുഖ്യമന്ത്രിയെ സരിത കോൺടാക്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തുന്നു, അവിടുന്ന് ആര്യാടനുമായി കണക്ട് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, ആര്യാടന് പണം നൽകുന്നു, പിന്നീട് ജിക്കുമോൻ വഴി തനിക്ക് പണം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. നേരത്തെ തന്നെ ബിജുവിന്റെ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ടീം സോളാർ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട്
അതിന്റെ ലാഭവിഹിതത്തിന്റെ 40% തനിക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിരുന്നു മുഖ്യമന്ത്രി നിശ്ചയിച്ചിരുന്നത് എന്നതടക്കം. തോമസ് കുരുവിള വന്ന് പണം കൈപ്പറ്റുന്നു. ഡീലുകൾ പലതും നടക്കുന്നത് ദില്ലി കേന്ദ്രീകരിച്ചാണ്, തോമസ് കുരുവിള കേന്ദ്രീകരിച്ചാണ്. ആ വിധത്തിൽ ഒരു വിദഗ്ധനായ തട്ടിപ്പുകാരന്റെ ശൈലിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുകൂടി ഒരുപക്ഷെ നിരീക്ഷിക്കേണ്ടി വരില്ലേ? അതായത് ഞാൻ മുഖ്യമന്ത്രിയെ തട്ടിപ്പുകാരനെന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ മുതിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇവിടെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ അസത്യങ്ങൾ നിറഞ്ഞ വെളിപ്പെടുത്തലുകളാണ്. അദ്ദേഹം ഇപ്പോ അന്വേഷണ കമ്മീഷന് മുൻപാകെ 19 മണിക്കൂർ നീണ്ടുനിന്ന വെളിപ്പെടുത്തലിനിടയിൽ അല്ലെങ്കിൽ ചോദ്യചരങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം നൽകിയ വെളിപ്പെടുത്തലുകൾ വളരെ വിചിത്രമാണ്. കാരണം അദ്ദേഹം ഈ തട്ടിപ്പുകാരിയായിട്ടുള്ള സരിതയെ 3 തവണ കണ്ടിട്ടുണ്ടായിരിക്കണം എന്ന് പറയാണ്. അദ്ദേഹം കണ്ടിട്ടില്ല എന്നും പറയുന്നില്ല, കണ്ടു എന്നും ഉറപ്പിച്ച് പറയുന്നില്ല. അതിന് കാരണം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്വേഷണ കമ്മീഷന്റെ മുൻപാകെ ഇതുവരെ ലഭ്യമായിരിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള സ്ഫടികതുല്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീമതി സരിത എസ് നായരും സംഘവും ഉമ്മൻചാണ്ടിയെ പല ഘട്ടങ്ങളിൽ കണ്ടതിന്റെ തെളിവുകൾ അവരുടെ കയ്യിലിരിക്കുന്നുവെന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് അറിയാം. അതുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കമ്മീഷൻ വിശ്വസിക്കാൻ പോകുന്നില്ല. കണ്ടിട്ടുണ്ടാകാം എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് സമ്മതിച്ചിട്ടുമില്ല, എന്നാൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല എന്ന നിലയിലേക്കുള്ള ഒരു സൂത്രവിദ്യ ശ്രീമാൻ ഉമ്മൻചാണ്ടി അന്വേഷണ കമ്മീഷന് മുൻപാകെ നടത്തി എന്നുള്ളത് വളരെ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ വിഷയത്തില് അദ്ദേഹം ഇപ്പോഴും ബിജു രാധാകൃഷ്ണനും അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള സംഭാഷണം എന്തായിരുന്നു എന്ന് അദ്ദേഹം ഈ അന്വേഷണ കമ്മീഷന്റെ മുൻപാകെ പോലും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോ വളരെ ദുരൂഹമാണ് ഈ കേസിലെ 1ാം പ്രതിയും 2ാം പ്രതിയും തമ്മിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ പലരും മറനീക്കി പുറത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ശ്രീ വി എസ് സുനിൽകുമാർ, അതിലൊരു പക്ഷെ ആഡ് ചെയ്യാവുന്ന ഒരു കാര്യം, സരിത ഇന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റില് ചില കാര്യങ്ങൾ താൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ബിജു രാധാകൃഷ്ണൻ്റെ മൊഴിയൊക്കെ നമ്മൾ കണ്ടതാണ്, CD വേട്ടയ്ക്ക് പോയതൊക്കെ കണ്ടതാണ്. സരിത ഇന്ന് ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള തൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇപ്പോൾ തുറന്നു പറയുന്നില്ല എന്നാണ്. അല്ല, നമ്മളെ സംബന്ധിച്ച് സരിതയുടെ വ്യക്തിപരമായ ഏതെങ്കിലും അവരുടെ സ്വഭാവത്തെ പറ്റിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ കുടുംബകാര്യത്തെ പറ്റിയോ നമുക്ക് ആർക്കും അറിയാൻ ഒരു താല്പര്യമില്ല. എനിക്കും അതിനകത്ത് താല്പര്യമില്ല. ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും പറയാൻ നമുക്ക് യാതൊരു താല്പര്യമില്ല. അതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഖജനാവിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇത് സർക്കാരിന് നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഒരു വലിയ തട്ടിപ്പിനെ സംസ്കരിക്കാനും ലഘൂകരിക്കാനും നടത്തുന്ന ശ്രമമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇത് ഖജനാവിലെ പണം നഷ്ടപ്പെട്ടു എന്ന വിഷയമല്ല. ഇത് ഖജനാവിനെ കാവൽക്കാരനായിരിക്കുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തസ്തിക, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം, ആ സ്ഥാനം ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ആസ്ഥാന മന്ദിരം, അദ്ദേഹത്തിന്റെ പ്രവർത്തന ആസ്ഥാന കേന്ദ്രം, അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഖജനാവിന് പണം നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ വലിയ ഒരു അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ശ്രമിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രാധാന്യം ഉണ്ടാവുന്ന അവിടെയാണ്. വളരെയധികം ശ്രീ വി എസ് സുനിൽകുമാർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന സോളാർ തട്ടിപ്പ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. കമ്മീഷന് മുൻപാകെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സരിത പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും പണം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ.